അനുഗ്രഹിക്കപ്പെട്ട ഇന്നലെ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. I praise the Lord for this blessed time that God has given us. വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ഇംഗ്ലീഷ് മീറ്റിംഗ് ആയിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. Lord has enabled us to gather together as English meeting once again. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. God enabled us to sing blessed songs. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ച വിഷയങ്ങളോട് ചേർന്ന് ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിലും സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. I would like to continue those thoughts which I shared during the last meetings. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത്, ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് അത് മാനുഷിക കഴിവുകൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല. Christian life is not something which we could finish off by our human efforts. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ ആത്മീക അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് സാധിക്കും. If we understand whatever God has done us and the spiritual realities related to it, we will be able to live a Christian life. ഞാൻ എപ്പോഴും സഭയെ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് മേടിക്കുക. I normally tell my church that it is very easy to go to India, just get a flight ticket. then എയർപോർട്ടിൽ പോയി കയറി അങ്ങ് പോയാൽ മതി. And you just go to the airport and then board the flight and go. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ ഫ്ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, ഞാൻ ഈ പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിച്ചതേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന വലിയ വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. But if we study how the flight works and how the flight is flying, we could understand the depth of the ticket that we have paid and the realities related to it. നമുക്കറിയാം, ഫ്ലൈറ്റ് യൂഷ്വലി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സിൻ്റെ നിയമങ്ങൾ, ഇങ്ങനെ പല നിയമങ്ങളുടെ ബേസിസിൽ ഇത്ര വലിയ സാധനം ഇത്രയും ആൾക്കാരെയും കൊണ്ട് പൊങ്ങുക എന്ന് പറയുമ്പോൾ അതിന്റെ പിമ്പിൽ ഒത്തിരി കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. There are many factors, there are many laws like thermodynamics laws that is behind the flight being going up, and this is what happens when the flight moves up. നമ്മൾ ടെക്നിക്കലി അറിയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ നാട്ടിൽ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സിന്റെ നിയമം അറിയേണ്ട, ഫ്ലൈറ്റിന്റെ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ പറ്റി അറിയേണ്ട ആവശ്യമില്ല, ഒന്നും അറിയണ്ട. ജസ്റ്റ് നമ്മൾ കയറിയിരിക്കുന്നു, പോകുന്നു. But to go to India, we just have to board the flight and just go. We don't have to know the laws behind it and the technicalities behind it. എന്നാൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നിക്കാലിറ്റി അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവൻ ഭയപ്പെടത്തില്ല. But to the person who knows the technicalities of it, if there is any problem or issue, he will not be under fear. നമുക്കറിയാം, ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ ഇടയ്ക്ക് ഈ ടർബുലൻസ് ഉണ്ട്. We know that in between there are turbulences when we fly. ഇതിനെപ്പറ്റി അറിയാത്ത ആളും ഇപ്പോൾ ഇതെല്ലാം പൊട്ടി താഴെ പോകുന്നത് കൊണ്ട് പേടിച്ച് ഫ്ലൈറ്റിൽ അവിടെ വരെ മുറുകെ പിടിച്ചിരിക്കും. And a common man will think that this flight is going to be apart, to be fall apart. പണ്ടൊരാൾ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഈ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ പോകുന്ന ഒരു സാധനമാ, ഇതിൽ എങ്ങനെ കയറി പോകുന്നെന്ന് ചോദിച്ചു. Somebody asked, without any connection this is flying, how will anybody fly on this flight? ഇതെങ്ങനെ വായുവിൽ ഇങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു. How does it just fly in the thin air? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലതും അതിന്റെ ടെക്നിക്കാലിറ്റി മനസ്സിലായാൽ ഇത് നമുക്കറിയാം, നമ്മൾ റോഡിൽ കൂടെ പോകുന്നതിനേക്കാളും സേഫ് ആണ് ആകാശത്തൂടെ പോകുന്നത്. But if you know the technicalities of the flight, you know it is very safe even compared to the road journeys. ഞാൻ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നമ്മളെ ദൈവമക്കളാക്കി തീർത്തു. What I wanted to tell you is Christ died for us on the cross and made us sons of God. It is very simple. നമ്മൾ അവരിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അവകാശം കൊടുത്തു. But to those who believe, he gave them the power to become the sons of God. നമ്മൾ കർത്താവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മൾ ജയാളികളാകുന്നു. But when we obey God, we become victorious. പക്ഷേ ഇതിന്റെ പിമ്പിൽ ചില പ്രവർത്തിക്കുന്ന തിരുവചനം പറയുന്ന വലിയ ചില കാര്യങ്ങളുണ്ട്. But behind this there are many things that are being worked down in the background. നമ്മൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സ്മൂത്ത് ആകും. But if we understand those things, our Christian life will become more smooth to journey on. ഈ ഫ്ലൈറ്റിന്റെ ടർബുലൻസിനെ പറ്റി അറിയാവുന്ന വ്യക്തിക്ക് അറിയാം, ഈ ടർബുലൻസ് വന്നാൽ ഫ്ലൈറ്റ് ഒടിഞ്ഞു പോകത്തൊന്നുമില്ല, അത് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. He who knows about the turbulence, he knows that this is not to destroy that flight, it will go through this turbulence. അല്ലാത്തൊരു വ്യക്തി അതേ കയറിയിരുന്ന് അലച്ച് അവിടെ നാട്ടിൽ ചെല്ലുന്ന വരെ അലച്ച് വിളിച്ച് കരഞ്ഞ് നിലവിളിച്ച് അവിടെ ഇരിക്കും. Others will be fearsome and they will find it quite fearsome to travel in the turbulence. ഞാൻ പറഞ്ഞതിനർത്ഥം ഇതുപോലാണ് ക്രിസ്തീയ ജീവിതവും. And this is how Christian life works. ഞാൻ ചില വേദഭാഗങ്ങൾ ഇതിന്റെ രാത്രികാലം പറഞ്ഞ് ഇച്ചിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർക്കുകയാണ്. I want to point out certain word of God
God which will be in depth. നമുക്ക് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ തിരുവചനം പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭൗമിക മേഖലകളിലെ ചില കാര്യങ്ങളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും. Let me tell you, whatever the word of God says, we can relate it to some earthly realities. ഞാൻ ചർച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യമാ. ഫിസിക്സ് അറിയാവുന്ന എത്ര പേരുണ്ട്? ഫിസിക്സ് ഒക്കെ അറിയാവുന്ന? Who all know physics well? കുറച്ചൊക്കെ ഫിസിക്സിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ചർച്ചിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരു ഉദാഹരണം, ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ഒരു സ്വഭാവം, ഈ കൊച്ചുങ്ങളായിരിക്കുമ്പം നമുക്ക് ചില ക്രൂവലാണെന്ന് തോന്നുമെങ്കിലും ഈ പക്ഷികളെ പിടിച്ചിട്ട് കാലെ ഞങ്ങൾ കല്ല് കെട്ടിയിട്ട് വിടുമായിരുന്നു. During our childhood, we used to catch a few birds and used to tie stones in their legs. എന്നിട്ട് അതിനെ വിടുമ്പോൾ അത് പറക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്ന് കാണാറുണ്ട്. And we used to let it fly, but they used to find it difficult to fly. ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്ത് നമുക്ക് അറിയത്തില്ല, നമുക്കതൊരു വളരെ രസകരമായ കാര്യമായിരുന്നു. That used to be amusing for us. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പക്ഷിക്ക് പറക്കാൻ പറ്റാത്ത നിലയിലുള്ള വെയിറ്റ് വന്നാൽ ഈ പക്ഷി പറക്കാൻ വേണ്ടി ജനിച്ച പക്ഷിയാണെങ്കിലും അതിനെ കൊണ്ടും പറ്റത്തില്ല. Though this bird is destined to fly, but due to the weight is not able to fly. അതിന് ചിറകടിച്ച് അതിനെ കൊണ്ട് പറ്റുന്ന മാക്സിമം അത് ട്രൈ ചെയ്യും, പക്ഷെ അതിന് പറക്കാൻ പറ്റത്തില്ല. It is trying its level best, but is unable to fly. ഇതുപോലാണ് ക്രിസ്തീയ ജീവിതത്തിലെയും ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നത്. And such are some of the facts and truths in the Christian life. നമുക്ക് റോമാലേഖനത്തിലെ ഒരു വാക്യം എടുക്കാം. Let us turn our attention to the book of Romans. റോമൻസ് അതിന്റെ ചാപ്റ്റർ, എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. Let us listen very carefully. ഞാൻ അത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. Let me give you a brief outline about this passage. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ചില നമുക്കറിയാം, ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോയെ പറ്റി കേട്ടിട്ടുണ്ട്. We have heard about Newton's gravitational law. അതാർക്കെങ്കിലും കൊച്ചു പിള്ളേർക്കും അറിയാം? You know what is the Newton's gravitational law? What is gravitational law? ആപ്പിൾ തലയിൽ വീണ്, നിങ്ങൾ have you heard about that story? Have you heard of that story of apple falling on her head? Yeah. എന്തോ അപ്പം ആപ്പിൾ വീണപ്പോ എന്താ വെച്ചാൽ, ഞാൻ മരത്തിന്റെ കീഴെ ഇരുന്നപ്പം ആപ്പിൾ തലയിൽ വീണു, അത്രേ ഉള്ളൂ. Yeah, this is just merely a apple falling off when he was sitting down the tree. പക്ഷേ അദ്ദേഹം ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് അത് മേലോട്ട് പോയില്ല? But Newton began to wonder why it did not go up. എന്തുകൊണ്ട് പോയില്ല? Why it didn't go up? Due to gravity. Due to the law of gravity. അവിടെ there is a phenomenon behind this incident. അതിന്റെ പുറകിൽ ഒരു ഫിനോമിനൻ ഉണ്ട്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഭൂമി ഈ ആപ്പിളിനെ ആകർഷിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്ത് ആപ്പിൾ ഭൂമിയിലോട്ട് വീണത്. Because the earth attracts the apple, and that's the reason why this gravity law works. ഈ ആപ്പിൾ മേലോട്ട് പോകാത്തതിന്റെ കാര്യം ആപ്പിളിനെ ഈ ഭൂമി ശക്തമായിട്ട് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. Apple does not go up because the earth attracts to itself the apple. ആപ്പിൾ താഴോട്ട് വീഴാതിരിക്കണമെങ്കിൽ മേലോട്ട് പോകാനുള്ള പരിപാടിയുണ്ട്. But apple can go up. There is another way. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ശക്തിയെക്കാളും മേലോട്ടൊരു ശക്തി കൊടുത്ത് ആപ്പിൾ മേലോട്ട് പോകും. The force to go up should be greater than the force to come down. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആപ്പിൾ താഴോട്ട് വീഴാൻ നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ അടിയിൽ ഈ ചെറിയ റോക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞ്, ശക്തിയുള്ള കാറ്റുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ അത് മേലോട്ട് പോകും. If the power of a rocket is attached to apple, it can go up. ഇതുപോലാണ് ക്രിസ്തീയ ജീവിതത്തിലെയും ചില കാര്യങ്ങൾ പൗലോസ് പറയുന്നത്. And likewise is some truths behind Christian life. ഞാൻ പറയാം, പൗലോസ് തന്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ചില ആത്മീക സത്യങ്ങളിൽ നിന്ന്, Paul has realized certain Christian truths in his life. അതിനകത്തുനിന്ന് അദ്ദേഹം ചില നിയമങ്ങൾ കണ്ടുപിടിച്ചു. And out of it he has found out few laws. ഞാൻ പറഞ്ഞ എങ്ങനെ ന്യൂട്ടൺ താൻ കണ്ടുപിടിച്ച ലോ കണ്ടുപിടിച്ചു, അതുപോലെ തന്റെ ജീവിതത്തിലും താൻ ചില നിയമങ്ങൾ കണ്ടുപിടിച്ചു. Just as Newton got a law based on his experience, Paul also framed a law based on his spiritual experience. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ How നിങ്ങൾക്ക്? many of you are understanding what I am saying? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സംഭവങ്ങൾ ചില ഫിനോമിനകത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നോക്കുമ്പോൾ എന്തോ കാരണമുണ്ടല്ലോ എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ന്യൂട്ടൺ ആ ലോ കണ്ടുപിടിച്ചത്. Looking back at the phenomenon of how this is happening, Newton framed a law. അതുപോലെ തന്നെ പൗലോസ് തന്റെ ജീവിതത്തിലെ ചില അവസരങ്ങളെ നോക്കിയിട്ട് പൗലോസ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. Paul is thinking of certain happenings in his life and thinking how this is happening in his life. ഞാൻ പറയാം, അങ്ങനെ തനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഗ്രാവിറ്റേഷണൽ ലോ എന്ന് പറയുന്നത്
ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന്റെ കാരണം അതിന്റെ പിമ്പിൽ ഒരു ഫിനോമിനൻ ഉള്ളതുകൊണ്ടാണ്. Just because Newton has found out this law because there is a phenomenon behind it. നമുക്കറിയാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ആപ്പിളിനെ ആകർഷിക്കുന്നു എന്നുള്ള നിയമം കൊണ്ടാണ് അദ്ദേഹം ഗ്രാവിറ്റേഷൻ ലോ കണ്ടുപിടിച്ചത്. Because the earth is attracting everything to it, and that's the reason why gravitational law has been formed. പൗലോസ് തന്റെ ജീവിതത്തിൽ തന്റെ ശരീരത്തിലേക്ക് തന്റെ ജഡത്തിലേക്ക് നോക്കിയിട്ട് അദ്ദേഹം ചില ഫിനോമിനകൾ കാണുകയാണ്. Paul is looking at his flesh and his body and in finding out certain phenomena behind it. അങ്ങനെ അദ്ദേഹം അതിൽ നോക്കിയിട്ട് അദ്ദേഹം ചില നിയമങ്ങൾ പറയുന്നുണ്ട്. And he is trying to frame various laws behind it. നമുക്ക് റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ റോമൻസ് ചാപ്റ്റർ 7 ചില വാക്യങ്ങൾ നിങ്ങൾ എല്ലാവരും വായിക്കണം. എവരിബഡി ടു റീഡ് ദീസ് വേഴ്സസ്, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. Let us read few verses. അതിന്റെ വേഴ്സ് 16 തൊട്ടൊന്ന് താഴോട്ട് വായിച്ചോ. Let us read from verse 16. Somebody can read one word each. I will tell you. And if I do what I do not want to do, I agree that the law is good. As it is no longer I myself who do it, but it is the sin living in me. ശ്രദ്ധിക്കുക, അവിടെ ഈ പറഞ്ഞ വാക്യം വളരെ ശ്രദ്ധിച്ച് വായിക്കുക. Romans 7:16 ഇങ്ങനെ മലയാളത്തിൽ വായിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. താൻ തന്റെ ജീവിതത്തില് നോക്കിയിട്ട് താൻ ചില അനുഭവങ്ങൾ കാണുകയാണ്. Paul is looking back at his life and finding out certain experiences. അതിന്റെ 15-ാം വാക്യം കൂടി ഇങ്ങനെ വായിക്കുന്നത്. In verse 15 we read, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. For that which I do I allow not. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, For what I would. ഞാൻ പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. But what I hate that I do. എന്തോ ആ വാക്യം വായിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? What is the meaning that you derive out of it? എന്ന് പറഞ്ഞ് താൻ ഒരു ഫിനോമിനൻ കാണുകയാണ്. He is finding out. He is finding certain phenomenon behind this. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അറിയുന്നില്ല. He is not able to know what he is doing. ഞാൻ ഇച്ഛിക്കുന്നതിനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. What he wished to do, he is not able to do. എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്തതിനെ ഞാൻ അറിയാതെ ചെയ്യുക. But what I hate that I do. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതെ, ഇങ്ങനെ പൗലോസിനെ നോക്കിയാടാ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? Paulus is wondering why this is happening in his life. ന്യൂട്ടൺ കൊണ്ടതുപോലെ ഈ ആപ്പിൾ എന്താ താഴോട്ട് വീഴുന്നത്? Newton is wondering why this apple is falling down. എനിക്ക് നല്ലത് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ. I wish to do that which is right. പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇച്ഛിക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. What I do what I hate that I am doing. എന്നിട്ട് അദ്ദേഹം ഇതിങ്ങനെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ, But when he is searching out the reason behind it, ഞാൻ ന്യൂട്ടൺ ചിന്തിച്ചതുപോലെ ഇത് എന്തുകൊണ്ടാണ് ഭൂമി അട്രാക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചതുപോലെ, just as Newton found out how the earth is attracting it to itself, അദ്ദേഹത്തിന് പൗലോസിന്റെ ഒരു കാര്യം മനസ്സിലായി. എന്തോ ചില കാര്യങ്ങൾ ഇതിന്റെ പിമ്പിലുണ്ട്. Paul finds out that there are various forces behind it. അതിന്റെ 17-ാം വാക്യം വായിക്കുന്നു. verse 17 if we check, വായിച്ചു, ആരെങ്കിലും വായിക്കാം. As it is no longer I myself who do it, but it is the sin living in me. അദ്ദേഹം ഒരു വലിയ കാരണം കണ്ടുപിടിക്കുകയാണ്. he is finding out a reason behind it. ഇത് ഞാനല്ല ചെയ്യുന്നത്. This is not that I am doing it. എനിക്ക് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹമേ ഇല്ല. I don't have the desire to do it. എന്റെ ഇച്ഛ ഇങ്ങനെയല്ല. It is not my desire. എന്നാ പിന്നെ എന്തോ ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് കേട്ടോ. But there is something in me which is doing this. എന്താണ് ഈ കാര്യം? താൻ പറയുകയാണ് പാപം എന്നൊരു കാര്യം എന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. But sin dwelleth in my heart. അന്നേരം അദ്ദേഹം അതിനകത്ത് ഒരു ഫെനോമിനൻ കാണുകയാണ്. He finds out a reason, a phenomenon behind it. ഇത് അദ്ദേഹത്തിന്റെ അനുഭവം മാത്രമല്ല, It is not his experience alone. ന്യൂട്ടന്റെ അനുഭവം മാത്രമല്ല, It is not Newton's experience alone. ആപ്പിൾ മരത്തിന്റെ കീഴിൽ ഇരിക്കുന്നവരുടെ തലയിലൊക്കെ ആപ്പിൾ വീഴും. And those who sit under the apple tree, on them the apple will fall. ചിലർ തലയിൽ വീഴുമ്പോ തൂത്തോണ്ട് അങ്ങ് പോകും. എന്താ വീണെന്ന് പറഞ്ഞ് പോകത്തേ ഉള്ളൂ. Some people just go away from that tree. അതിന്റെ പിമ്പിലെ കാരണം എന്താണെന്ന് ചിന്തിക്കാറില്ല. Nobody will analyze why this has happened. പൗലോസ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച സംഭവം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. Paul started to think why this is happening in his life. ഞാൻ നല്ല കാര്യം ചെയ്യാൻ I ആഗ്രഹിക്കുകയാണ്. am trying to do that which is good. എന്റെ ഇച്ഛ എല്ലാം നല്ലതാണ്. My desire is all good. പക്ഷെ ഞാൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. But that which I desire I do not. തന്നെ ചിന്തിച്ചപ്പോ മനസ്സിലായി എന്റെ ഇച്ഛയെക്കാളും കവിയുന്ന വേറൊരു കാര്യം എന്റെ ഉള്ളിലുണ്ട്, അതെന്റെ പാപമാണ്. But he found out that there is something beyond his desire, and that is sin in him. അതിനകത്തും താൻ ഡിറൈവ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്. He finds out certain other truths behind it. അതിന്റെ 18-ാം വാക്യം വായിക്കാം. Verse 18. അദ്ദേഹം കണ്ടുപിടിക്കുന്ന വേറൊരു കാര്യം, എന്നിൽ എന്തില്ല, നന്മയില്ല. He finds out that there is no good thing dwelling in me. എന്റെ ജഡത്തിൽ നന്മയൊന്നും വസിക്കുന്നില്ല. There is no good thing in my flesh. അടുത്ത വാക്യം വായിച്ചു, അത് തന്നെ വായിച്ചു. For to will is present with me, but how to perform what is good I do not find.
എന്ന് പറയുകയാണ്, നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. I have desire to do good, but I am unable to do it. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? How many of you think that the same is your experience? എല്ലാ ദിവസവും രാവിലെ ബൈബിൾ വായിക്കണമെന്ന് തോന്നും. You feel to read the word of God every day morning. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യരുതെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. We decide that we will not do certain things in our life. ഇന്ന് സുശാന്ത് അങ്കിൾ പറഞ്ഞ പോലെ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് നിർത്തണമെന്ന് തോന്നാറുണ്ട്. We wish that no, we don't want to use mobile anymore. പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുക്കും. Then automatically we take it again. നമ്മൾ ചെയ്യണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ അറിയാതെ നമ്മൾ ചെയ്യും. That which we wish not to do, we are doing it unknowingly. നമ്മൾ അറിയത്തില്ല ഇത് നാച്ചുറൽ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. We think that this is quite natural in our life. പക്ഷേ ഇത് നാച്ചുറൽ അല്ല. But this is not natural. ഞാൻ പറയാ തന്റെ ഉള്ളിൽ വേറെന്തോ പ്രശ്നമുണ്ട്. But there is something in him which is causing this trouble. തന്നെ കൊണ്ട് ഇത് മാറ്റണമെന്ന് ശ്രമിച്ചാൽ തന്നെ കൊണ്ട് ഒരു പരിധി വരെ പറ്റത്തുള്ളൂ. He wishes to remove this thing, but is not able to do it. To a certain extent he is able to do it. അതിന്റെ കാരണം പറയുകയാണ്, തന്റെ ഉള്ളിൽ പാപം എന്ന് പറയുന്ന ഒരു കാര്യം ഇരിപ്പുണ്ട്. He analyzes the reason and says that there is something called sin in his life. അതിന് അദ്ദേഹം അത് പറയുകയാണ്. അതിന്റെ അടുത്ത വാക്യം വായിച്ചോ. In verse 19, For the good that I will to do, I do not do, but the evil I will not to do, that I practice. 21 വരെ വായിച്ചു. 21 വരെ. Now if I do what I will not to do, that is no longer I who do it, but the sin that dwells in me. അവിടെ ഒരു ശ്രദ്ധിച്ച് ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം ഇത്രയും നിങ്ങൾ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? what did you understand from these two verses? കാര്യം തന്റെ ജീവിതത്തിലെ പ്രായോഗിക അനുഭവത്തിൽ നിന്ന് പൗലോസ് പറയുകയാണ്, തന്റെ ഉള്ളിൽ പാപം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. From his practical life he realizes that in him dwells sin in his life. ഞാൻ പറയാം, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും എല്ലാ മനുഷ്യരും പാപത്തിൽ ജനിക്കുന്നവരാണ്. Every child is born in sin. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. My mother brought me up in sin. നമ്മൾ പറയില്ല ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, even though we see that I have not done any sinful acts, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ പാപത്തിന്റെ സ്വഭാവങ്ങളുണ്ട്. we know very well there are acts of sin in our life. ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യപ്പെടേണ്ടെന്ന് തോന്നും. We think that we should not be angry when somebody says something, പക്ഷെ നമ്മൾ അറിയാതെ ദേഷ്യപ്പെട്ടു പോകും. but unknowingly we become angry. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. Many times we are not able to control this. ഞാൻ പറയാം, ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. How many experiences that we have in similar ways. ഈ വഴിക്ക് പോകേണ്ട തെറ്റായ കാര്യമാണെന്നറിയാം. We know that going this way is a wrong way. അതിനകത്ത് പോയി നമ്മൾ പരാജയപ്പെടുമെന്നറിയാം. We know very well that if I go this way I'll be defeated. നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നഷ്ടപ്പെടുമെന്നറിയാം. We know very well if I go this way my spiritual life will be a disaster. രാവിലെ സുശാന്ത് ബ്രദർ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പിമ്പിലുണ്ട്. Sushant brother told that there are many aspects to behind it. ചില ആൾക്കാർ സിനിമ കാണാൻ പോകും. Some people go to watch films. ചില ആൾക്കാർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. Some people just keep on watching serials. നമുക്കത് തെറ്റാണെന്നറിയാം. We know very well that is wrong in our life. ദൈവം നമുക്ക് നൽകിയ സമയം വാല്യുബിൾ ആണെന്നറിയാം. We know very well that the time is very valuable in our life that God has given us. എനിക്കത് നല്ലതുപോലെ യൂസ് ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ എനിക്കറിയാം. We know very well that I have to use it properly. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. But I am unable to do it. പൗലോസ് അത് നോക്കിയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് തുടർന്ന് വാക്യങ്ങൾ താൻ പറയുന്നത്. In the following verse Paul finds certain other truths. അതിന്റെ 21 വാക്യം വായിക്കുമ്പോൾ Verse 21 we see, മതി അവിടെ നിർത്ത്. താൻ അദ്ദേഹം ഈ ഫെനോമിനൻ കണ്ടപ്പോൾ താൻ ഒരു കാര്യം പറയുകയാണ്. when he analyzes this phenomenon he says that he has found something a truth. അതാണ് നമ്മൾ ഒരു ലോ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. He says that there is a law behind it. എന്ന് പറഞ്ഞാൽ ഈ ഫെനോമിനന്റെ പിമ്പിൽ ഒരു ലോ ഉണ്ട്. There is a law behind this phenomenon. ലോ എന്ന് പറയുന്നത് ഈവിൾ എന്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. What is that law? The law is that the evil is present with me. ഞാൻ ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു വായിക്കുക. Read it carefully again. Verse 21 ഇങ്ങനെയാണ്, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്നിൽ നിന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. When I would like to do good I find a law that evil is present within me. അടുത്ത 22 വാക്യം വായിക്കുന്നത് Verse 22, ഇങ്ങനെ പറയുകയാണ്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. for I delight in the law of God in my inward man. തന്റെ ഉള്ളിലുണ്ട് താൻ ദൈവമകനാണെന്ന് അറിയാം. He knows in his inward man that he is the child of God. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ രസിക്കണമെന്നും അറിയാം. He knows very well to delight in the word of God. എന്നാൽ താൻ അറിയുന്നു തന്റെ ബുദ്ധി തന്റെ വില്ലില് താൻ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. He is in
his deep desire, he wants to do it. അന്നേരം പക്ഷേ 23-ാം വാക്യത്തിൽ പറയുകയാണ് എങ്കിലും ഞാൻ പിന്നെ ഒരു കാര്യം കാണുകയാണ്. But in verse 23 he says, I see something again behind it. അതാ 23-ാം വാക്യം എങ്ങനെയാ വായിക്കുന്നത്? We read in verse 23. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. But I see another law in my members of my body warring against the law of my mind. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനുഷിക വിൽ പവറിന്റെ കഴിവിനെ ഓവർകം ചെയ്യുന്ന നിലയിൽ എന്തോ എന്റെ ശരീരത്തിലുണ്ട്. There is something in my human mind overcoming my willpower. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? Are you able to understand what I say? കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. Raise our hand, praise നിങ്ങൾക്ക് the Lord. മനസ്സിലാവുന്ന അറിയാൻ വേണ്ടിയാ. ഓക്കെ. Praise the Lord. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, ഞാൻ ഈ ഒത്തിരി കട്ടിയായിട്ട് പറഞ്ഞു പോയാൽ മനസ്സിലാവുന്ന അറിയാൻ വേണ്ടി, നമ്മുടെ ഉള്ളിൽ പൗലോസ് പറഞ്ഞ ചുരുക്കം ഇതാണ്: നമ്മുടെ ഇച്ഛയുണ്ടെങ്കിലും ഞാൻ ദൈവവചനത്തിലൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു കാര്യം അറിയാം, വേറെന്തോ എന്റെ ഉള്ളിലുണ്ട് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. Paul is saying that though there is a desire for me to do good and to delight in the law, but there is something which is warring against my will and my body. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് 23-ാം വാക്യത്തിൽ പറയുന്നത്, I see a different law in my members warring against the law of my mind. Yes, but I see another law in my members warring against the law of my mind. എന്നിട്ട് എന്ത് ചെയ്യുന്നു? And bringing me into captivity under the law of sin which is in my members. And bringing me into captivity to the law of sin. ഞാൻ ഇവിടെ താൻ ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. He is bringing another law here. എന്താണ് law of sin? Law of sin. നിങ്ങൾ ആ വാക്യത്തിൽ വായിച്ചോ? അത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? Did you notice that? Verse 23 നിങ്ങൾ വായിക്കുക. Verse 23. അവിടെ താൻ പറയുകയാണ്, ഈ തന്റെ ജീവിതത്തിൽ വന്ന ഈ ഫെനോമിനെ എല്ലാം നോക്കിയിട്ട് താൻ ഒറ്റ വാക്കിൽ പറയുകയാണ്. He is summarizing the entire phenomenon and saying in one word. മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകത്തില്ല. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പാപപ്രമാണം എന്നാണ് എഴുതിയിരിക്കുന്നത്. Law of sin, it is written in Malayalam. മലയാളത്തിൽ പ്രമാണം എന്ന് പറയുമ്പോൾ അത് ഒരു ലോ ആണെന്ന് ആൾക്കാർക്ക് തോന്നത്തില്ല. ഇറ്റ് ഈസ് എ ലോ. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താൻ കണ്ടുപിടിച്ച കൺക്ലൂഷൻ ഇതാണ്: there is a law of sin in my members that making me captivity in my life. He is saying that there is a law and that law is law of sin that is making me captive in my entire body. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ആഗ്രഹത്തെ അംഗീകരിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ലോ ഉണ്ട്. There is a law overcoming his deep willpower. എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ആപ്പിൾ താഴോട്ട് വീഴുന്നോ അത് മേലോട്ട് പോകാതെ ആപ്പിൾ താഴോട്ട് മാത്രമേ വീഴത്തുള്ളൂ. അതിന്റെ കാരണം ഭൂമി അതിനെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. Just like the apple when it is falling down, it's because the earth is attracting it towards it. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ദൈവത്തിന് വേണ്ടി നല്ലതുപോലെ ചെയ്യണമെന്ന്, പക്ഷെ ഞാൻ ഇച്ഛിക്കാത്ത ചില തിന്മ ചെയ്യുന്നുണ്ട്. I have a deep desire to work for God and to delight in the law, but there is another law warring against it. എന്റെ ബുദ്ധിയെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. I am unable to control my thought process. എന്റെ വിൽ പവറിനെ ഓവർകം ചെയ്യുന്ന എന്തോ എന്നിലുണ്ട്. There is something which is overcoming my willpower. അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹത്തെ പറയാ, ലോ ഓഫ് സിൻ ഇൻ വർക്കിംഗ് ഇൻ മീ. And he says that this is the law of sin that is warring against me, against working. ഞാൻ പറയാം, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു കാര്യമാണിത്. This is happening in everybody's life who was born on this earth. നമ്മൾ നല്ല നിലയിലാകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. We all desire to be in a good condition, with a good state. എന്നാൽ നമുക്കറിയാം, നമ്മളെ കൊണ്ട് ആഗ്രഹിക്കാത്ത നിലയിൽ നമ്മൾ അറിയാതെ ചെയ്തു പോവുകയാണ്. But there are many things which we don't desire that we do. അതുകൊണ്ട് പൗലോസ് 24-ാം വാക്യത്തിൽ പറയുന്നു, താൻ ഈ ലോ എല്ലാം കണ്ടേച്ചിങ്ങനെ പറയുക, ഒരു ലോ ഓഫ് സിൻ ഉണ്ട്, എന്റെ ഇച്ഛക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. And Paul says that since there is a law behind it, a law of sin, oh how wretched I am. അവിടെ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ആരെന്നെ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് രക്ഷിക്കും? Who shall deliver me from this body of death? നമ്മളിങ്ങനെ വായിക്കും, റോമർ 6 നമ്മൾ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. Romans 6 we say the wages of sin is death. ലോ ഓഫ് സിൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മരണത്തിലേക്ക് പോകുകയാണ്. When we say the law of sin, it is that we are slowly going towards death. ഞാൻ എന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് എന്റെ ഉള്ളിലുള്ള പാപം എന്നെ കൊണ്ട് തെറ്റായ നിലയിൽ ചെയ്യുമ്പോൾ ഞാൻ മരണത്തിലേക്ക് പോവുകയാണ്. When the sin which is overcoming my willpower is overpowering me and doing that which is sinful, I am slowly going to death. ഞാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എനിക്കറിയാം, എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെറ്റാണെന്നറിയാം, പക്ഷേ അത് ഞാൻ അറിയാതെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഞാൻ അറിയാതെ ദൈവത്തിങ്കിൽ നിന്ന് അകലുകയാണ്. That which I keep on doing, that which is sinful and that is not my desire, when I do it, I am slowly being alienated from God and towards death. ശരിക്ക് ഇങ്ങനൊരു വെളിപ്പാടുള്ളവന്റെ ഉള്ളിൽ നിന്നൊരു നിലവിളി വരുന്ന നിലവിളിയാണ് നമ്മൾ ആ വാക്യം വായിച്ചത്. This is a person with revelation and his deep cry for deliverance. നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ,
to live a truly victorious Christian life, അവരുടെ ഉള്ളിൽ ഒന്നാമത് വേണ്ടുന്ന ഈ വെളിപ്പാടാണ്. the deep desire to have a revelation like this. നമ്മൾ ചിലർ പറയും, ഞാൻ എന്നെ കൊണ്ട് ഈ വർഷം ഞാൻ പുതിയ തീരുമാനം എടുക്കുക. If we decide in our heart that I am going to do such thing in my life. ഈ 2026 ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാണ്. 26 I have decided to do so and so things. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ വർഷം ഒരു പുതു മനുഷ്യനാകാൻ തീരുമാനിച്ചു. I will be a new person this year. ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ പോവാ. I decided in my mind that I will be doing so and so things. ഞാൻ പറയാം, അത് പറ്റത്തില്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ കണ്ടംനേഷനിലേക്കായി പോകും, കുറ്റബോധത്തിലേക്കായി പോകും. And when we don't start doing it, we automatically go into a state of condemnation. ചില ആൾക്കാർ അങ്ങനെ തെറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും തങ്ങള് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. Some people just pretend to do good things to overcome it. അങ്ങനെയുള്ളവരെ പറ്റി വചനം പറയുന്നത് പരീശന്മാരെന്ന് പറയുന്നത്. Such people are called Pharisees in the Bible. എന്നാൽ യഥാർത്ഥത്തിൽ തെറ്റിലേക്ക് പോകുമ്പോൾ ഒരു കരച്ചിലുള്ള മനുഷ്യനാണ് യഥാർത്ഥ ദൈവമകൻ. But if there is a cry when you go towards such a state, he is a truly child of God. അയ്യോ കർത്താവേ, എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ലല്ലോ. Oh Lord, this is it's not possible with me, Lord. എനിക്ക് മനസ്സിലായി, എന്റെ ശക്തിയെ കവിയുന്ന എന്തോ ശക്തി എന്നിൽ ഉണ്ടല്ലോ കർത്താവേ. There is a particular strength, a power that is overcoming my strength. ഞാൻ പറയുന്നു, ഇന്ന് രാത്രി എത്ര പേര് അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്? How if you realize that പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് അതിൽ പറ്റാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. there are many things which are not becoming possible in നമ്മുടെ our ഉള്ളിൽ lives. ഒരു ക്രൈ വരണം. Let there be a deep sense of cry from our നമ്മൾ പറയണം, ലോർഡ് ഐ വാണ്ട് ടു ഡു ദിസ്, ഐ നീഡ് യുവർ പവർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്പിൾ തലേ വീഴുക താഴോട്ട് വരുന്നുള്ളൂ, കർത്താവേ ആപ്പിൾ മേലോട്ട് പോയാൽ കൊള്ളായിരുന്നു. Let us ask God, Lord, I need the strength to overcome this, just as a power that can put the apple towards upward, push the upward. ഞാൻ പറയാം, നിങ്ങൾ പറയാവോ ഈ ആപ്പിൾ താഴോട്ട് വീഴാൻ മേലോട്ട് പോകണമെങ്കിൽ എന്തോ വേണം? What should be there so that the apple can ഉദാഹരണത്തിന് ഞാൻ പറയാം, ആപ്പിളിന്റെ വെയിറ്റ് 1 കിലോ ആണെന്ന് വിചാരിക്കുക. 1 kilo. 1 കിലോ, 1 കിലോ. The apples weighs 1 kilo. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, ആപ്പിളിന് അത്രയൊന്നും ഇല്ലെങ്കിലും. I'm just giving you an example. 1 കിലോ വെയിറ്റ് ഉള്ള താഴോട്ട് വീഴുമ്പോൾ If that 1 kilo falls down, അതിനെ 1 കിലോ തന്നെയുള്ള ഒരു നമ്മൾ ഫോഴ്സ് മേലോട്ട് പ്രയോഗിച്ചാൽ, if we give a thrust up similar to 1 kilo, ഈ ആപ്പിൾ താഴോട്ട് വീഴത്തില്ല. this apple will not fall down. വീഴുവോ? Will it fall? ഇല്ല. 1.5 കിലോ ഉള്ള വെയിറ്റ് മേലോട്ട് കൊടുത്താലോ If you give 1.5 kilo, ഇത് മേലോട്ട് പോകും. it will go up. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പൗലോസ് തന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നോക്കിയിട്ടുള്ളൂ, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. Paul is crying out, oh, this is not possible with me, Lord. എന്റെ ജഡം വളരെ വീക്കാണ്. My flesh is very weak. എനിക്ക് എങ്ങനെ ജയാളിയാകാൻ പറ്റും? How can I be victorious? ഞാൻ പറയാം, പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, Many times when you do certain things, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ പ്രസംഗിക്കുമ്പോൾ, when we preach many things, ചില കാര്യങ്ങൾ ചെയ്യേണ്ട വിഷയങ്ങൾ സഭയിൽ പറയുമ്പോൾ, when we tell many things that we have to do in the church, പലപ്പോഴും ആൾക്കാർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ഒരു പരാജയപ്പെടുകയും ചെയ്യും. many people will decide to do it but will be fail. അവർക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ കരച്ചിലുണ്ടാകണം. What they need to know is that they should have a deep cry in their heart. കർത്താവേ, എനിക്കൊരു വിടുതൽ വേണമല്ലോ. Lord, I need a deliverance from this. കർത്താവേ, എനിക്കൊരു ശക്തി അഡീഷണൽ ആയിട്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. Lord, I need a power and a strength to do this. എന്റെ വില്ല് അതിനകത്ത് ഇനഫ് അല്ലല്ലോ കർത്താവേ. Lord, my willpower is not enough in this matter. അങ്ങനെ നിലവിളിക്കുന്ന ഒരുവൻ മാത്രമേ യഥാർത്ഥ ദൈവമകനായി അവൻ ദൈവസന്നിധിയിലേക്ക് വരത്തുള്ളൂ. Only he who prays like that, he who cries like that will become the child of God. അല്ലാത്തവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പരീശന്മാരായിട്ട് മാറും. Others will become Pharisees. അവര് ചിലപ്പോൾ അവർ വിശുദ്ധരാണെന്ന് അവർ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ട് പറ്റുന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യും. They will just show off to show that they are holy people. ഇന്ന് വൽക്കാലം ഇന്ന് രാത്രിക്കാലം എത്ര പേർക്ക് ആ ക്രൈ ഹൃദയത്തിലുള്ളവരുണ്ട്? How many of you have got that cry in your heart? കർത്താവേ, ഐ വാണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിൽ കർത്താവേ നിന്റെ ഹിതപ്രകാരം ഈ പൗലോസിനെ പോലെ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ. Lord, like Paul, I understand that there are things which I want to do, I am unable to do. എനിക്കറിയാം കർത്താവേ, ഈ മൊബൈൽ ഒന്ന് മാറ്റി വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. Lord, I desire to put off this mobile from me. ഞാനിവിടെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഞങ്ങളുടെ ചർച്ചില് ഗ്രീഷ്മ എന്നൊരു സിസ്റ്റർ പുതുതായിട്ട് വരുന്നുണ്ടായിരുന്നു. A sister called Grishma who used to come newly to our church. അന്നേരം പുള്ളിക്കാരത്തി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ മെസ്സേജ് ഒക്കെ കേട്ടു, ഒരു പുതുതായിട്ട് ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നൊരു കൊച്ചാണ്. She is a new convert. She said, Pastor, I have heard your message. ഒത്തിരി മെസ്സേജ് 3-4-5 ആഴ്ചയായിട്ട് വരാൻ തുടങ്ങി. Yeah, she was coming for various. കർത്തൃമേശയൊക്കെ കൊണ്ടു. She partaking in the Lord's Supper. എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. And she said, I want to take water baptism. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ അങ്ങനത്തെ ഒരു തെറ്റും
തെറ്റും ചെയ്യുന്ന വ്യക്തിയല്ല. No, I am not doing any kind of sin, any visible sins. ഞാൻ ഓക്കെ, ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. I asked her to wait. അവസാനം എന്നെ അങ്ങ് വല്ലാണ്ടങ്ങ് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. She started to pressurize me. എനിക്ക് സ്നാനപ്പെടണം. I want to take water baptism. അത് എനിക്ക് നിർബന്ധമാണ്. It is it's very compulsory. I have to take water പണ്ട് baptism. ഞാനൊരു കഥ ഞാൻ ചോദിച്ചു, അന്നേരം വെറുതെ ഞാനിങ്ങനെ ചോദിച്ചു, സിസ്റ്റർ ഒത്തിരി നേരം ഈ ഫേസ്ബുക്കിലും ഈ ഇപ്പൊ രാവിലെ ഇന്റർനെറ്റിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? I casually asked her, are you quite addicted to social media? ഓക്കെ, ഒരു കാര്യം ഞാനൊരു കാര്യം ചെയ്യാം. ഉണ്ട്, പാസ്റ്റർ എങ്ങനെ അറിയാം? അല്ല, ഞാൻ പറഞ്ഞു സാധാരണ യൂത്ത്സ് അങ്ങനെ ചെയ്യും, അതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. She inquired how you know, because I said usually the എനിക്ക് എല്ലാ കാര്യങ്ങളും അതിൽ ഇപ്പൊ പാസ്റ്റർ പറയുകയാണെങ്കിൽ ഞാൻ അത് നിർത്തുമെന്ന് പറഞ്ഞു. If pastor uncle is saying, I am ready to give it up. ഞാൻ പറഞ്ഞു നമുക്കത് കൊള്ളുന്നതല്ല, എനിക്കറിയാം ഇത് സംഭവിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കാര്യം ചെയ്യ്, ഈ ഞായറാഴ്ച ഞാൻ വണ്ടിയെ കൊണ്ടുപോകാൻ പറഞ്ഞു, കാര്യം ചെയ്യ്, അടുത്ത ഞായറാഴ്ച വരെ ഒരു കാര്യം ചെയ്യണം, ഈ മൊബൈലിനകത്തുനിന്ന് എമർജൻസി നമുക്കൊന്ന് വാട്സാപ്പ് പോലെ വീട്ടുകാർ വിളിക്കൂ, അങ്ങനെയെങ്കിൽ മാത്രമേ ചെയ്യാവൂ, ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്നിട്ട് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ അന്നേരം ഞാൻ സ്നാനപ്പെടുന്ന കാര്യം പറയാമെന്ന് പറഞ്ഞു. I said just use mobile just for emergency purpose and put it off for all other purposes and come back the next Friday, Sunday. ഉടനെ പറഞ്ഞു തീർച്ചയായിട്ടും നോക്കി അങ്കിൾ വരും, അടുത്ത ആഴ്ച ഞാൻ അങ്ങനെ വരുമെന്ന് പറഞ്ഞു. And she said that surely it will be done. അടുത്ത ആഴ്ച വന്നോണ്ട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഗ്രീഷ്മ, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. And next week since she came, I inquired how was it all. അങ്കിളെ ഒരു ദിവസം ഞാനൊന്ന് നോക്കി. Uncle, I just checked it. എന്റെ വീട്ടിൽ നിന്നൊക്കെ ഇടയ്ക്ക് വിളിക്കാൻ നോക്കി, അന്ന് ഇടയ്ക്ക് ഡിങ് ഡിങ് എന്ന് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ പോയി നോക്കാൻ തുടങ്ങി. And pastor uncle, because some alerts were coming, I started to look at it. പിന്നെ അവസാനം പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നില്ല. And then she decided that it. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ജയം കിട്ടിയിട്ട് നമുക്ക് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. Then I told her, let us have a victory over this and then we will take water baptism. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച ട്രൈ ചെയ്യാൻ പറഞ്ഞു. Then I told her to check it out next week. ഉടനെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇനി സ്നാനപ്പെടാൻ പറഞ്ഞില്ല, വചനം ശരിക്കും പഠിക്കണമെന്ന് വിചാരിച്ചു. After a few weeks I thought I was relieved because she was not pressurizing me, and after a few weeks she was not insisting. അവസാനം എന്നോട് പറഞ്ഞു അങ്കിളെ ഇത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. Finally she said it's not possible. ഞാൻ പറഞ്ഞു അതാണ് ഇനിയിപ്പം ഞാൻ പറയാം, ബാക്കി കാര്യം പറയാമെന്ന് പറഞ്ഞു. Now this is the starting point. I will start to tell you. ഞാൻ പറഞ്ഞു നമ്മൾ മനുഷ്യനെ കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. I told her there are many things that are impossible with your humanity. മോൾ ചിന്തിച്ചതല്ല, മോളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പം ചെയ്ത് ഞാൻ ചെയ്യാമെന്നല്ലേ പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറഞ്ഞു. You thought you could do many things but it's not possible. ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്റെ ഉള്ളിൽ ഒരു കാര്യമുണ്ട്, അതെന്റെ വില്ലിനെ ഓവർകം ചെയ്യുന്ന ഒരു പാപ സ്വഭാവമുണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം. You have to first realize that there is a power within me which is overpowering my desire. പാപ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെ ജയിക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ വിശ്വസിക്കുന്നവർക്ക് ആ ശക്തി ലഭിക്കുമെന്ന് രണ്ടാമത് മനസ്സിലാക്കണം. We have to understand that this power of Christ which can overcome even this power of sin. ഞാൻ ഇത് പറഞ്ഞു പതുക്കെ ആ കുഞ്ഞ് സ്നാനപ്പെട്ടു. And this girl took water baptism. കുറച്ച് നാളുകൾക്ക് ശേഷമാണ്. After some time. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല്, what I wanted to convey to you is, നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ദൈവിക ശക്തിയുടെ ആവശ്യകത ബോധ്യം വരുന്നവർക്ക് മാത്രമേ ജയകരമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. even in our life when we realize that we need the power of Jesus Christ, the power of God, only then we will have a victorious Christian life. നമ്മൾ 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലോസിന്റെ വലിയ നിലവിളി നമ്മൾ കാണുകയാണ്. We see a cry from Paul in verse 24. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, oh wretched man that I am. ആരെന്നെ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് വിടുവിക്കും? who shall deliver me from this body of death? I am under law of sin. പാപത്തിന്റെ നിയമത്തിനകത്താണ് ഞാൻ. oh I am under the law of sin. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മരണമാണ്. that is the end result is death. അതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് ആർ വിടുവിക്കും? who will deliver me from this body of death? ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോവുകയാണല്ലോ. I am slowly getting alienated from God. ഞാൻ പറയാം 25-ാം വാക്യമാണ് അതിന്റെ എല്ലാത്തിന്റെ ഉത്തരം. and the answer is in verse 25. പൗലോസ് താൻ ഇത്രയും കാര്യങ്ങൾ താൻ ഒരു നിയമം താൻ തന്റെ ഫിനോമിനൻ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, and after analyzing his phenomenon in detail, കാര്യം പറയാണ് ലോ ഓഫ് സിൻ ഉണ്ട്, അതിനകത്തൊരു ഡെത്ത് ഉണ്ട്. and he realizes that there is a law of sin and that leads to death. അപ്പോൾ താൻ പറയാണ് അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ. and there is only one remedy to it. അതിന്റെ 25-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, verse 25 we read like this. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം I thank God through Jesus Christ our Lord. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for that. ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, നമുക്ക് ജയകരമായ ജീവിതത്തിന് ഒറ്റ മാർഗം ക്രിസ്തുവിന്റെ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ്. to go to Christ and you will have a victorious Christian life. അതുകൊണ്ട് പറയുകയാണ്, എന്നിട്ട് പറയാ ഇതുകൊണ്ട് പറയുകയാണ്, ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. Then he continues, so then with the mind I myself serve the law of God,
but with the flesh the law of sin. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തരുന്നത് കൊണ്ട്, ബുദ്ധി കൊണ്ട് എനിക്ക് എന്റെ ഉള്ളിൽ വരുന്ന സ്വഭാവത്തെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ പറ്റും. Through Jesus Christ who gives me victory, so then with my mind I myself serve the law and overcome the law of sin. ഒരിക്കൽ എന്നെ ബന്ധിച്ച പാപ സ്വഭാവത്തെ, The law of sin and the sinful acts which bounded me. ഇപ്പൊ പറയാ, ഞാൻ അതിനെ സേവിക്കുക, അതെന്നെ സേവിക്കുന്ന നിലയിൽ അതിനെ അകത്താക്കി എന്റെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ കൂടെ ഞാൻ ദൈവത്തെ സ്തുതിക്കാൻ ആഗ്രഹിക്കുകയാണ്. I make it a bondage to me and I serve the Lord in my mind. ആരാണ് ജയം കൊടുത്തത്? Who gave the victory? കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. Jesus Christ our Lord. ഞാൻ അന്നേരം നിങ്ങൾക്ക് പറയാമോ എന്തായിരിക്കാം അതിന്റെ കാര്യം എന്ന് പറയാമോ? You know what is the reason behind it? ഞാൻ പറയാം, എങ്ങനെയാ ഈ താഴോട്ട് വീഴുന്ന ആപ്പിള് താഴോട്ട് വീഴാതിരിക്കണമെങ്കിൽ അതിന് തുല്യമായ ഒരു ശക്തി വേണം. If the apple doesn't have to fall down and go up, there should be an equivalent force upwards. ഞാൻ പറയട്ടെ, മനുഷ്യന്റെ ജഡത്തിലുള്ള ലോ ഓഫ് സിൻ അവനെ കൺട്രോൾ ചെയ്യാതിരിക്കണമെങ്കിൽ അതിനെ ഈക്വൽ ആയിട്ട് പുഷ് ചെയ്യുന്ന ഒരു പവർ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിൽ ദൈവത്തെ സേവിക്കാൻ പറ്റത്തുള്ളൂ. If the law of sin operating in the flesh has to be overcome, then there has to be another law that should overcome it. ഇവിടെ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. And verse 8, Romans chapter 8 നെക്സ്റ്റ് verse 1. ചാപ്റ്റർ Romans chapter 8 verse 1. എന്താ പറയുന്നത്? What do we see there? ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is therefore no condemnation to those who are in Christ Jesus. ലോ ഓഫ് സിൻ എന്നെ കണ്ടംനേഷനിലേക്ക് കൊണ്ടുപോയി, മരണത്തിലേക്ക് കൊണ്ടുപോയി, ശിക്ഷാവിധിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. The law of sin was leading me to condemnation, to death and to eternal punishment. എന്നാൽ ഇവിടെ പറയുകയാണ് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is no condemnation to those who are in Christ Jesus. ഇനി ആ ആപ്പിൾ എന്റെ തലയിൽ വീഴത്തില്ല. This apple will not fall onto my head. യേശു കർത്താവ് എനിക്ക് അതിനകത്തൊരു ജയം നൽകുകയാണ്. Jesus has given me victory over that. അതിന്റെ അടുത്ത വാക്യം സമയം മുമ്പാണ് 2-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തം. Verse 2 ഒന്ന് വായിച്ചോ. Verse 2 is very clear on this. Because through Jesus Christ, the law of the Spirit who gives life has set you free from the law of sin and death. നിങ്ങൾ ഈ വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കുക. Read it again. Because through Christ Jesus, the law of the Spirit who gives life has set you free from the law of sin and death. താൻ മുകളിൽ കരഞ്ഞ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്തിനെ എന്ത് ചെയ്തെന്നാ പറഞ്ഞിരിക്കുന്നേ? ഫ്രീ ചെയ്തു, സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. What does he say about this law of sin which he was referring in the previous chapter? Delivered. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താൻ നിലവിളിക്കുകയായിരുന്നു, ഈ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? He was crying out, who will deliver me from this law of sin? എനിക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാൻ ആഗ്രഹമുണ്ട്. I want to live according to the will of God. ഞാൻ ദൈവമകനാണ്. I am a child of God. പക്ഷെ എന്നെ കൊണ്ട് എന്റെ ബുദ്ധിയുടെ പ്രമാണത്തെ തകർത്ത് കളയുന്ന ഒരു കാര്യം എന്റെ ജഡത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. But within my flesh there is something which tries to destroy me in my human mind. എന്താണ് യേശുക്രിസ്തു മുഖാന്തരം എങ്ങനെയാണ് ജയം കിട്ടുന്നത്? How did we get this victory? Through Jesus Christ. യേശു കർത്താവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ പുതിയൊരു നിയമം സ്ഥാപിക്കപ്പെട്ടു. There was a new covenant established on the cross. അതാണ് ആത്മാവിന്റെ പ്രമാണം എന്ന് പറയുന്നത്. That is the law of the Spirit. ആത്മാവിന്റെ പ്രമാണം നിങ്ങൾ വാക്യം ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം. ഞാൻ പറഞ്ഞതുപോലെ മുകളിലോട്ട് പോകണമെങ്കിൽ അപ്വേർഡ് ത്രസ്റ്റ് ആപ്പിളിനെ നിർത്തുന്നത് പോലെ, just as a upward thruster is required to keep the apple upward. ഒരു നിയമം ഉള്ളതെന്ന് വെച്ചാൽ ലോ ഓഫ് ഗ്രാവിറ്റി ഡൗണിലോട്ട് വരുമ്പോൾ, when there is a law of gravity which is pushing it downwards, അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കുന്ന ഫോഴ്സ് വരുമ്പോൾ അത് അവിടെ അനങ്ങാതെ നിൽക്കുന്നത് പോലെ, if you give a force upwards and it be stable there. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, there is a law of the Spirit of life. അതെന്ത് ചെയ്യുന്നു? ആ വാക്യം മുഴുവൻ വായിച്ചോ. In Christ Jesus has made me free from the law of sin and death. ലോ ഓഫ് സിൻ ആൻഡ് ഡെത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. Has made me free from the law of sin and death. ഞാൻ പറയാം, ഇനിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, To him who believes on Jesus Christ, അവന്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, he who trusts in the power of Jesus Christ, അവിടെ ആത്മാവിന്റെ പ്രമാണം അവന് വേണ്ടിയുണ്ട്. there is a power of Spirit of life. അത് അവനെ ശക്തിപ്പെടുത്തുന്ന നിയമമാണ്. It empowers him. അവന്റെ പരാജയത്തിന്റെ മേൽ ജയാളിയാക്കുന്ന നിയമമാണ്. Empowers him and enables him to overcome all his defeated things. ഞാൻ പറയാം, ഇന്ന് രാത്രികാലം പറയട്ടെ, ഈ ഒരു നിയമം താൻ പറഞ്ഞിട്ട് തന്റെ ഫിനോമിനൻ നോക്കിയിട്ട് പറയുകയാണ്, ഈ ഒരു നിങ്ങളുടെ കാര്യം ലോ ഓഫ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പിമ്പിൽ ഒരു ഫിനോമിനൻ ഉണ്ട്. Behind law of spirit, against law of spirit, there is another power. അത് തനിക്കറിയാം, ഒരാളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട്. And there is a thrust which gives him to push upwards. ഒന്നെന്റെ ജഡത്തിലുള്ള നാച്ചുറൽ പാപത്തിന്റെ ശക്തിയാണെങ്കിൽ,
there is a power which is a power, law of sin and death. അതെന്റെ ജഡത്തിലുള്ളതാണെങ്കിൽ, That which is in my flesh. എന്നാൽ ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. There is the spirit, law of the spirit is opposite to the law of flesh. അതിന്റെ ശക്തിയുടെ ഫിനോമിനൻ കണ്ടപ്പോൾ മനസ്സിലായി ഇത് വലിയ ശക്തിയാണല്ലോ. And he understood that this is a magnificent force. അതിനകത്തും താനൊരു നിയമം പറയാണ്, ലോ ഓഫ് സ്പിരിറ്റ്. And he says this is the law of spirit. അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണ്, താൻ ജയാളിയായിട്ട് ക്രിസ്ത്യ ജീവിതം നയിക്കും. He who realizes this will definitely live a victorious Christian life. ഞാൻ എന്റെ വാക്കുകൾ ഒത്തിരി മുമ്പോട്ട് പോയ പ്രശ്നം ഇനി വലിയ കട്ടിയായിട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. Let me conclude. അതിന്റെ അടുത്ത വാക്കുകൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാം, ഒരുവന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നെ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. And there is a word which says, with that which has delivered me. എന്നെ അവിടുന്ന് മാറ്റി. കാര്യം ഇനിയും ഒരു കാര്യം, യഥാർത്ഥ ദൈവമകനെ സംബന്ധിച്ച് A true child of God, അവന്റെ ജീവിതത്തിൽ, അവന്റെ ജഡത്തിൽ, in his life, in his flesh, അവൻ യഥാർത്ഥത്തിൽ കർത്താവിൽ വിശ്വസിക്കുന്നെങ്കിൽ, if he truly believes in Jesus Christ, ഞാൻ പറയാം, ഒരു ശക്തി അവനെ ഈ ജഡത്തിന്റെ ലോ ഓഫ് സ്പിരിറ്റ്, ലോ ഓഫ് സിന്നിനകത്തു നിന്ന് അവനെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. there is a power which has delivered him from the law of sin and death. പക്ഷേ ആ ശക്തി എങ്ങനെ അനുഭവിക്കും എന്നുള്ളതാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. How do we experience this power? അതിന്റെ മൂന്നാം വാക്യം വായിച്ചത് അത് കർത്താവ് ക്രൂശിൽ കൂടെ ആ നിയമം എങ്ങനെ കൊണ്ടുവന്നെന്നുള്ളതാണ്. ഞാൻ ആ വാക്യം എടുത്ത് അത് വിശദീകരിക്കാൻ പറ്റത്തില്ല. 4-ാം വാക്യം വായിക്കാം. Let us read verse 4. വായിച്ചു. In order that the righteous requirement of the law might be fully met in us, who do not live according to the flesh, but according to the Spirit. ഇവിടെ പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. That the righteous law of the law may be fulfilled in us who walk not after the flesh but after the Spirit. ഈ 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ചില ട്രാൻസ്ലേഷനുകളിൽ നമ്മുടെ ആ വാക്യം കൊണ്ട് തീരുന്നില്ല. In Romans chapter 8 verse 1, there is an incomplete translation. ഇത് കറക്റ്റ്. ഈ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചോ. We will read this translation. There is therefore no condemnation to them who are in Christ Jesus. അതുകൊണ്ട് തീരുകയല്ല. It doesn't stop there. വാക്യം വായിച്ചു. Who walk not after the flesh but after the Spirit. ഞാൻ പറഞ്ഞില്ല, എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. ദൈവം സ്വാതന്ത്ര്യം, മലയാളത്തിൽ ആ ട്രാൻസ്ലേഷനിൽ ആ വാക്കില്ല. In Malayalam it is incomplete. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ള ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. But actually according to the verse says, those who walk not after flesh and after the Spirit, them there is no condemnation. ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ തന്നെയാണോ? അതെ, ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞ ചില ട്രാൻസ്ലേഷനുകൾ അതാണ് കാര്യം. മലയാളത്തിൽ ഇല്ലാത്തതിന്റെ കാര്യം, ചില പഴയ ഈ എഴുത്തുകളിൽ ഈ വാക്കില്ലാത്തതുകൊണ്ട് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തതിനകത്ത് ആ വാക്ക് വരാത്തതാണ്. Because Malayalam language doesn't include this, those who does not include who walk not after the flesh after the Spirit, but in English it is mentioned there. അത് 4-ാം വാക്യത്തിന്റെ 1-ാം ഭാഗമാണ് ആ വാക്യം പറയുന്നത്. അതുകൊണ്ടാണ് അത് റിപ്പീറ്റ് ചെയ്ത് മലയാളം ബൈബിളിൽ വരാഞ്ഞത്. In Malayalam verse 4 mentioned this. ജഡത്തെ അല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള വാക്ക് അവിടെ പറയുന്നുണ്ട്. അത് 1-ാം വാക്യത്തിൽ തന്നെയുള്ള വാക്യമാണ്. We see in verse 4 again in English also, that righteous law may fulfill who walk not after the flesh but after the Spirit. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me conclude. ഇവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ലോ ഓഫ് സ്പിരിറ്റ് നമ്മളെ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ലോ ഓഫ് സിൻ ആൻഡ് ഡെത്തിൽ നിന്ന്. Law of spirit of life through Jesus Christ has delivered us from the law of sin and death. ഇപ്പോൾ ഈ ഞാൻ ആപ്പിളിന്റെ എക്സാമ്പിൾ പറയാം. ആപ്പിൾ ഇപ്പൊ താഴോട്ട് വീഴാതെ ഇങ്ങനെ നിൽക്കുകയാണ്. And the apple is in a stable state in the air. അത് ഡെലിവേർഡ് ഫ്രം ദ ഗ്രാവിറ്റേഷണൽ ലോയിൽ നിന്ന് ഇപ്പോൾ ഡെലിവറി ചെയ്ത് നിൽക്കുകയാണ്. This apple is not falling down because it has been delivered from the gravitational force, gravitational law. അങ്ങനെ അപ്വേർഡ് ത്രസ്റ്റ് കൊണ്ട് നിൽക്കുകയാണ്. It is being staying there because of an upward thrust. ഇപ്പൊ നമുക്ക് പറയാം, ഇത് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. And we can say that it has been freed from this law of gravity. ഇനിയും ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇതിന്റെ മേൽ അധികാരമില്ല. Then this gravitational force has no authority over it. എന്നാൽ ഒരു കാര്യം പറയുകയാണ്, ഇങ്ങനെ ഡെലിവറി ചെയ്തതിന് ശേഷം, And after being delivered from this law, ഇവിടുന്ന് നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിൽ, then if you have to move upward, ഇവിടെ ദൈവം നമുക്ക് വേണ്ടി ഇതിനെ ഡെലിവറി ചെയ്യുന്ന ലോ ഓഫ് സ്പിരിറ്റ് തന്നെങ്കിലും, and even though God has given us the law of spirit in us, പക്ഷെ നമുക്കൊരു പ്രായോഗിക ജീവിതത്തിൽ ഒരു പ്രായോഗിക ആപ്ലിക്കേഷൻ ദൈവമൊക്കെ കൊണ്ട്. God is giving
us a practical application based on this law. God has done and delivered us from the power of sin and death. God has delivered us from the power of sin and death. അത് നമുക്കൊരു ഫ്രീഡം തന്നു. God has already given us this freedom. Then നമ്മുടെ റെസ്പോൺസിബിലിറ്റി, What is our responsibility? we have to walk according to the spirit and not according to the flesh. Oh, we have to walk according to the spirit and not according to the flesh. ഞാൻ പറയാം, നമ്മൾ അവിടെ സ്പിരിറ്റിനെ അന്വേഷിക്കാതെ ജഡത്തിൽ സഞ്ചരിച്ചാൽ, If you don't walk according to the spirit and keep on walking according to the flesh, God has done his part. ദൈവം അവന്റെ പാർട്ട് ചെയ്തു കഴിഞ്ഞു. God has given his part in giving us this law. നമ്മളെ ഈ അധികാരത്തിൽ, ഈ ബോണ്ടേജിൽ നിന്ന് ഡെലിവറി ചെയ്തു. God has delivered us from this bondage of sin. സ്റ്റിൽ നമ്മൾ വീണ്ടും ജഡത്തെ അനുസരിച്ച് പോവുകയാണെങ്കിൽ, But still, if we follow and walk according to the flesh, ഇന്ന് രാവിലെ പ്രിയ ദൈവദാസൻ പറഞ്ഞതുപോലെ, നമുക്ക് ഇഷ്ടമില്ല വചനത്തിന് വിരുദ്ധമായതും തെറ്റായ നിലകളിൽ നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവൻ നയിച്ചാൽ, if we keep on walking contrary to the word of God, നമ്മൾ അറിയാതെ ഈ ബോണ്ടേജ് വീണ്ടും ജീവിതത്തിൽ വലിച്ചു വെക്കുകയാണ്. we fall into this bondage. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. The Holy Spirit is telling us we have to walk according to the Spirit. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, When we walk according to the Spirit, ഞാൻ പറയാം, ഈ ഫ്രീ ആക്കി വെച്ചിരിക്കുന്ന ഭാഗം പതുക്കെ പൊങ്ങാൻ തുടങ്ങും. and when the and this sin which has been dominated will again grow up. നമ്മള് അതിൽ നിന്ന് ഡെലിവർ ഫ്രീഡം മാത്രമല്ല, നമ്മൾ ജയാളികളാകാൻ തുടങ്ങും. We just not have to have freedom, but we have to be overcomers. എപ്പോഴാണെന്നറിയാമോ? നമ്മൾ ആത്മാവിന്റെ സ്പിരിറ്റ് ഓഫ് ലോയ്ക്ക് അനുസരിച്ച് ആത്മാവിന്റെ ശബ്ദം കേട്ട് മുമ്പോട്ട് പോകുമ്പോൾ, When we walk not according to the flesh but according to the Spirit. നമുക്ക് ഇന്ന് രാത്രികാലം കേട്ട വചനത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കാം. Let us praise the Lord for the word of God. സമയം തീരുകയാണല്ലോ. The time is getting finished. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളെ അടച്ചേട്ടായി. Let us close our eyes. എല്ലാവരും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞ സത്യം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? If you understood the truth behind this word, മനസ്സിലായ ഒരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് let us സ്തുതിച്ചേ. raise our hands and praise the Lord. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിലെ രക്തത്താൽ നമുക്ക് വേണ്ടി ജഡശരീരം എടുത്ത പുത്രൻ നമുക്ക് വേണ്ടി നമ്മളെ ബൈൻഡ് ചെയ്തിരുന്ന ആ ലോയിൽ നമ്മളെ റിലീസ് ചെയ്തു. Christ took upon the human flesh and went to the cross and delivered us from this law of sin and death. ആൻഡ് നമ്മുടെ ഉള്ളിലേക്ക് സ്പിരിറ്റ് ഓഫ് ലോ ഓഫ് സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നു. And he imparted into us the law of the spirit of life. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ, Tonight when we surrender our lives to God, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ളത്, നമ്മളെ ഫ്രീഡം മാത്രമല്ല വിക്ടറിയും നമുക്കുള്ളതാണ്. the Holy Spirit wants to tell us it is not just mere freedom but also a victorious life. നമ്മളോട് സംസാരിക്കുന്ന ആത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ ചെവിയുള്ളവരാണെങ്കിൽ, Let us open our ears so that we can hear what the Spirit wants to tell us. ഇപ്പോൾ ജഡത്തിന്റെ ശബ്ദത്തിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ അനുവദിച്ചു കൊടുത്തെങ്കിൽ മാത്രം. And the flesh cannot have any dominion over us, only if he allow, then will it have dominion over us. നമ്മൾ അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ജഡത്തിന് നമ്മളിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. The flesh cannot do it until we allow it to do. ഞാൻ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. We are people with freedom. നമ്മൾ ജയാളികളാകുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God wants us to be victorious over it. നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ്, ഞാൻ പറഞ്ഞ ഈ വലിയൊരു ഫിനോമിനകത്തുള്ളതാണ്. Christian life is a great law behind it. ഈ ആത്മാവിന്റെ നിയമം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ പവർ ആണ്. The law of the Spirit is a supernatural power. നമ്മുടെ ഹ്യൂമൻ വില്ലിനും ഹ്യൂമൻ ജഡത്തിന്റെ ശക്തിക്കും അപ്പുറമായുള്ള ആത്മാവിന്റെ ശക്തിയാണ്. It is a power which is overcoming the law of flesh. അത് ക്രൂശിൽ കൂടെ നമുക്ക് നേടിത്തന്ന ജയത്തിന്റെ ഒരു ഭാഗമാണ് ഈ ശക്തി എന്ന് പറയുന്നത്. It is the victory which we got through the power of the cross. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. Paul says that the cross is a victory for the believers, to those who believe, and destruction those who perish. ഇന്ന് രാത്രികാലം പറയാം, ആ ശക്തി നമ്മൾ ഏറ്റെടുക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? Tonight we should take up this power. We will be a different person in our life. We will be a totally different person in this life. നമ്മളിപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ, Let us live according to the Spirit. കേൾക്കുന്ന വചനത്തിന് ചെവി കൊടുത്താൽ, If we listen to the word of God, ഇന്ന് ആരെങ്കിലും പരാജയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ, if anybody is living ഈ കരച്ചിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, if this cry is in our heart, ക്രിസ്തുയേശുവിൽ കൂടെ ഒരു ജയം നമുക്കുണ്ട്. there is a victory through Jesus ഒരിക്കൽ കൂടെ Christ. നമുക്ക് ആ ജയത്തിലേക്ക് കടന്നു വരാം. Let us come to this victory once again. മാത്രമല്ല ജയാളികളായിട്ട് ജീവിക്കാം. Let us live like a victorious ഈ people. വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. May God bless us with His words.